ഹായ് ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പോക്കോസ്റ്റിന് പറ്റിയ 2 ബെസ്റ്റ് തീംസ് ആണ്. അപ്പോൾ ഞാൻ ഇന്ന് 10-12 തീമൊന്നും പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നില്ല. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട 2 തീംസ്, ഞാൻ പേഴ്സണലി ഉപയോഗിക്കുന്ന 2 തീംസാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിലേതെങ്കിലും ഒരു തീം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. എന്നോട് കുറച്ച് പേര് ചോദിച്ചു എന്നാണ് കൂടുതലായിട്ട് പോക്കോസ്റ്റുവിൻ്റെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരു പേഴ്സണലി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മാക്സിമം സബ്സ്ക്രൈബേഴ്സും പോക്കോസ്റ്റ് യൂസേഴ്സാണ്, അല്ലെങ്കിൽ പോക്കോസ്റ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങളെ ബേസ് ചെയ്തിട്ടായിരുന്നു ഞാൻ കൂടുതൽ വീഡിയോസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ തന്നെ ചെയ്യാൻ കാരണം എന്നോട് കുറേ പേര് ചോദിച്ചു, അല്ലെങ്കിൽ ഒരു 10-12 പേര് മിനിമം ചോദിച്ചിട്ടുണ്ടായിരിക്കും ഏറ്റവും ബെസ്റ്റ് തീം ഏതാണ് പോക്കോസ്റ്റിലുള്ളത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന തീം പറഞ്ഞു കൊടുക്കാനൊക്കെ ആയിട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ വീഡിയോ തുടങ്ങുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തീമിൻ്റെ ലോക്ക് സ്ക്രീനിൽ തന്നെ തുടങ്ങാം. ലോക്ക് സ്ക്രീനിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോക്ക് സ്ക്രീന് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇഷ്ടമുള്ള വാൾപേപ്പർ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ അടിയിലത്തെ ഗ്രേഡിയൻ്റ് അല്ലെങ്കിൽ ആ ടൈം കാര്യങ്ങളൊക്കെ എഴുതി കാണിക്കുന്ന തന്നെ നിങ്ങൾക്ക് ഇതിലൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പലതരത്തിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഈ വാൾപേപ്പറാണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ പലതരത്തിലുള്ള വാൾപേപ്പേഴ്സ് ഇതിൽ അവൈലബിൾ ആണ്. അതിനനുസരിച്ച് നമുക്ക് കളറും അതിൻ്റെ എല്ലാ ഒപ്റ്റിമൈസേഷനും അടിയിൽ തന്നെ ചെയ്യാൻ സാധിക്കും. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് സെറ്റ് ചെയ്യാം. പിന്നെ പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഫസ്റ്റത്തെ കാണുന്ന വാൾപേപ്പറും അതിൻ്റെ കസ്റ്റമൈസേഷനാണ്. ഞാനത് അപ്ലൈ കൊടുത്തു. ഇങ്ങനെയാണ് വരിക. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ ഉൾസൈഡ് തുറക്കാം. ഉൾസൈഡിൻ്റെ ഉള്ളിലും കുറേ സെറ്റിങ്സ് ഉണ്ട്. ഇത് ഡിഫോൾട്ട് കാണുന്ന വാൾപേപ്പറാണ്. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ മേലെ ഉള്ളതുണ്ടല്ലോ, അത് ട്രാൻസ്പാരൻ്റ് ആണ്. ട്രാൻസ്പാരൻ്റ് ആയതുകൊണ്ട് നമുക്ക് കാണാം ഇത്തിരി കൂടി നല്ല ഭംഗിയിൽ എല്ലാ കാര്യങ്ങളും മേലത്തെ നമ്മൾ പറയില്ലേ മേലെ കാണുന്നത് നല്ല രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് നല്ല കാണാനൊരു ഭംഗി തന്നെയാണ് ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഓൾറെഡി ഡാർക്ക് മോഡ് അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ സെറ്റിങ്സ് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തീമിൽ തന്നെ ഡാർക്ക് മോഡ് അവൈലബിൾ ആയതുകൊണ്ട് നമുക്ക് സെറ്റിങ്സ് തുറക്കുമ്പോൾ തന്നെ ഓൾറെഡി ഡാർക്ക് മോഡ് അവൈലബിൾ ആണ്. അതുകൊണ്ട് ബാറ്ററി കൺസപ്ഷൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറവാണ് ഈ തീം യൂസ് ചെയ്യുള്ളൂ. ഓൾറെഡി ഫിക്സഡ് ആയിട്ടുള്ള അപ്പോൾ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വേറെ ഇതിൻ്റെ ഉള്ളിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കോളിങ്ങിൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും. ഇതിൻ്റെ ഉള്ള കീപാഡ് തന്നെ ഒരു ഡാർക്ക് മോഡ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മാക്സിമം ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ LCD ഡിസ്പ്ലേയുടെ ഉള്ളിൽ ബ്ലാക്ക് LEDs വളരെ പവർ കൺസപ്ഷൻ കുറവാണ്. ഇതെല്ലാത്തിലും അങ്ങനെ തന്നെയാണ് AMOLED ഡിസ്പ്ലേയിലാണെങ്കിൽ തന്നെ. അപ്പോൾ ഇങ്ങനത്തെ തീമുകൾ യൂസ് ചെയ്യണതുകൊണ്ട് കൂടുതലായിട്ട് ബാറ്ററി അധികം കൺസെപ്റ്റ് ആവില്ല. പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഈ വാൾപേപ്പർ നിങ്ങൾക്ക് മാറ്റിയിട്ട് ഇത്തിരി കൂടി ബ്ലാക്കിഷ് ആയി കഴിഞ്ഞാൽ കൂടുതലും കൂടി യൂസ്ഫുള്ളായിരിക്കും. പിന്നെ ഐക്കൺസൊക്കെ ഒരു അത്ര യൂണിക് എന്ന് പറയാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ അത്ര വലിയ മോശം എന്ന് പറയാൻ പറ്റില്ല. ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് ഞാൻ ഓൾറെഡി ഇൻബിൽഡ് ആയിട്ടുള്ള ഡാർക്ക് മോഡും പിന്നെ ഇതിൻ്റെ ലോക്ക് സ്ക്രീനാണ്. അപ്പോൾ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഇത് വളരെ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് വളരെ രസകരമായി തോന്നിയ ഒരു തീമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ തീം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ MIUI 11 തന്നെ നമ്മുടെ ഇൻബിൽഡ് തീംസിലാണ്. ഇതിനൊരു തേർഡ് പാർട്ടി അപ്ലിക്കേഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഓൾറെഡി നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ തീം സ്റ്റോറിൽ. അപ്പോൾ ഞാൻ ഓൾറെഡി ഇത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ പേര് പറഞ്ഞുതരാം. 5 സ്റ്റൈൽസ് എന്നാണ് ഇതിൻ്റെ പേര്, ഈ തീമിൻ്റെ പേര്. നിങ്ങൾക്ക് നിങ്ങളുടെ തീം സ്റ്റോറിൽ പോയിട്ട് 5 സ്റ്റൈൽസ് എന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. 36 MB അടുത്താണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇതെനിക്ക് ഇഷ്ടപ്പെടും. ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഓൾറെഡി മോഡ്സ് ഡാർക്ക് മോഡൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു തീമാണ്. പിന്നെ അടുത്ത തീം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് ആ തീമിനെ കുറിച്ചുള്ള സ്പെസിഫിക്കേഷൻസ് പറയാം. അടുത്ത തീം ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വളരെ സിമ്പിളായിട്ടും ഭയങ്കര കാണാൻ നല്ല ഭംഗിയുള്ള ഒരു തീമാണ് രണ്ടാമത്തെ തീം എന്ന് പറയുന്നത്. ആ തീമിൻ്റെ ലോക്ക് സ്ക്രീനിൽ നമ്മുടെ ലോക്ക് സ്ക്രീന് ഇങ്ങനെയാണ് വരുന്നത്. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ മേലെ ഒരു വാൾപേപ്പർ, നിങ്ങൾക്ക് ഇവിടെ വാൾപേപ്പറും കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അടിയിൽ നമ്മുടെ ഡേറ്റും ടൈമും കാര്യങ്ങളും കാണിച്ച് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ മെനു ബാർ നിങ്ങൾക്കിതൊരു മിനി ഐഫോൺ സെറ്റപ്പ് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഇതുമാതിരി തന്നെ തീമുകൾ കറക്റ്റ് ഐഫോണിൻ്റെ തീമുകളുണ്ട് അല്ല. ബട്ട് ഇതിൻ്റെ ഉള്ളിൽ എനിക്കൊരു യൂണീക്കായിട്ട് തോന്നിയത് ഇതിൻ്റെ ഐക്കൺസൊക്കെ ഇത്തിരി കൂടിയും അഡ്വാൻസ് ആയിട്ട് കാണാൻ സാധിക്കും. നിങ്ങൾക്കിപ്പോൾ
ഇൻസ്റ്റാഗ്രാം ആയാലും നമ്മൾ യൂഷ്വലി കണ്ടിട്ടുള്ള സ്റ്റൈലിനേക്കാളും വളരെ വ്യത്യസ്തമായിട്ടുള്ള യൂട്യൂബ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ തന്നെ അതിൻ്റെ തീമുകളുടെ രീതിയിൽ തന്നെ കുറച്ച് വ്യത്യാസമുണ്ട്. പിന്നെ ഇത് വളരെ സിമ്പിൾ ആൻഡ് യുണീക്കായിട്ടുള്ള ഒരു തീമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിൻ്റെ മേലത്തെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബാർ ആയിക്കോട്ടെ, അതെല്ലാം നമ്മൾ കണ്ടു പരിചയിച്ചപ്പോൾ നിങ്ങളുടെ ബ്ലൂടൂത്ത് ആയിട്ട് ഇപ്പോൾ ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ യൂസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് എന്നോടിപ്പോൾ ഞാനിത് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ എൻ്റെ അറിവിൽ ഒരു മൂന്നാഴ്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഈ തീം എന്നെ യൂസ് ചെയ്യണത്. അപ്പോൾ ഈ 3 ആഴ്ചയായിട്ട് എൻ്റെ മൊബൈലിൽ കാണുന്നവരെല്ലാം ഈ വാങ്ങിച്ചിട്ട് ഈ തീം ഏതാണെന്ന് ചോദിക്കുന്ന രീതിയിൽ ഈ തീം അത്രയും യൂണീക്കാണ്. എല്ലാവരും കാണുമ്പോൾ ഇത് ഏതാണെന്ന് ചോദിക്കുന്ന രീതിയിലുള്ള ഒരു തീമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് ഞാൻ മുന്നേ യൂസ് ചെയ്യുന്ന തീം കുറച്ചും കൂടിയും കസ്റ്റമൈസേഷൻ അല്ലെങ്കിൽ കൂടുതലായിട്ട് അത്ര യൂസർ ഫ്രണ്ട്ലി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇത്രയും കൂടി ഹെവിയാണ്. എന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് കസ്റ്റമൈസേഷൻ, കൂടുതലായിട്ട് എന്താ പറയുക, അതിൻ്റെ ഒരു ഹെവിനെസ് ഉണ്ട്. അതിൽ ഹാങ്ങും അങ്ങനെ കാര്യമുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് ഇത് വളരെ സിമ്പിളാണ്, ക്യൂട്ടാണ്. ഇത് വളരെ കുറച്ച് MB ഉള്ളൂ. അപ്പോൾ ഈ തീം ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ സാധാരണ തന്നെ നമ്മുടെ MIUIയുടെ തീമിൽ പോവുക. അതിൻ്റെ ഉള്ളിൽ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. തീംസിൽ ക്യാൻഡി ലാൻഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള തീമാണ്. ഈ തീമൊന്നും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞ 2 തീം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞാൻ നിങ്ങളോട് ഗ്യാരണ്ടി പറയുന്നു, ഒരു തീം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.